ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജി ഓഫ് ഹാബിറ്റ് ഡെവലപ്മെന്റ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നിങ്ങൾ പലവർക്കും ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഭയങ്കര റിലേറ്റബിൾ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് എസ്പെഷ്യലി ന്യൂ ഇയർ ഇസ് കമ്മിങ്. നമ്മൾ പലവരും പുതിയ ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു ഹാബിറ്റ്സ്, ഫോർ എക്സാമ്പിൾ എക്സസൈസിങ് ഡെയിലി നമ്മൾ പലവരും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഹാബിറ്റാണ്. അപ്പം നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും, ലൈക്ക് 30 minutes 40 minutes. ബട്ട് ഒരു വീക്ക് അല്ലെങ്കിൽ 2 week ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഗ്രാജുവലി അതിൻ്റെ ഒരു എഫിഷ്യൻസി കുറഞ്ഞു വന്ന് അങ്ങനെ ഒരു ഹാബിറ്റേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് വരും. ആൻഡ് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ അതേ മറക്കും. ആൻഡ് പിന്നെ കഴിയുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഗിൽട്ടും റിഗ്രറ്റും ഒക്കെ തോന്നും. ആൻഡ് നമ്മൾ അത് ആ ഒരു ഐഡന്റിറ്റി ആയിട്ട് അക്സെപ്റ്റഡ് ആവും. അതായത് ഓക്കെ, നമ്മൾ ഒരു ലേസി പേഴ്സൺ ആണ്, നമുക്കിത് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഐഡന്റിറ്റി ആയിട്ട് അക്സെപ്റ്റഡ് ആവാനും ചാൻസ് ഉണ്ട്. സോ അതിൽ നിന്ന് ഈ ഒരു വിഷ്യസ് സർക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും, പിന്നെ മോട്ടിവേഷൻ വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും, മോട്ടിവേഷൻ വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. സോ ഈ ഒരു സർക്കിളിൽ നിന്ന് കറങ്ങുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അതിന് പറ്റുന്ന കുറച്ച് അടിപൊളി ഐഡിയാസ് ഉള്ള ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്സ്. ഇത് ആക്ച്വലി ജെയിംസ് ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഥർ എഴുതിയിട്ടുള്ളതാണ്. അറൌണ്ട് 3 million copies ഒക്കെ സോൾഡ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലറാണ്. ഇതിൽ പറയുന്ന കുറേ കോൺസെപ്റ്റ്സ് വെരി സൂപ്പർബ് ഇൻ ഹാബിറ്റ് ഡെവലപ്മെന്റ്. ആൻഡ് എനിക്ക് പേഴ്സണലി കുറേ വർക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതിൻ്റെ കുറച്ച് പോയിന്റ്സ് ഞാനിവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ദ ഫസ്റ്റ് പോയിന്റ്, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ലോ ഓഫ് ലീസ്റ്റ് എഫേർട്ട്. ആക്ച്വലി കുറേ പോയിന്റ്സ് ഉണ്ട്, ബട്ട് ഞാൻ ജസ്റ്റ് ക്വിക്ലി കുറച്ച് പോയിന്റ്സ് പറയാം. ലോ ഓഫ് ലീസ്റ്റ് എഫേർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ ആക്ച്വലി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. അതായത് കുറച്ച് മടി ഇഷ്ടമാണ്. അപ്പൊ മടിയുള്ളവർ വിഷമിക്കണ്ട. ഓക്കെ, സോ നമ്മുടെ പ്രശ്നമല്ല. ഓക്കെ, അല്ല ഇപ്പൊ ഭയങ്കര സിറ്റുവേഷൻ അഡ്വേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മോട്ടിവേഷൻ ഡ്രിവൺ ആയിട്ട് കാര്യങ്ങൾ പോകും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു യൂഷ്വൽ സർക്കംസ്റ്റാൻസസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് എഫേർട്ട് ഇട്ട് കാര്യങ്ങൾ ചെയ്യാൻ പൊതുവെ മടിയായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ഹാബിറ്റ് ആണോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അത് മോസ്റ്റ് കൺവീനിയന്റ് ആക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നാളെ രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷൻസ് നേരത്തെ ചെയ്ത് വെക്കാം. അതായത് നിങ്ങളുടെ ഇപ്പോൾ മോർണിംഗ് വാക്കിനാണ് പോകുന്നുണ്ടെങ്കിൽ മോർണിംഗ് വാക്കിനുള്ള ഷൂസ്, ഡ്രസ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. ഇഫ് യോഗയാണെങ്കിൽ യോഗ മാറ്റ്, ആ പ്ലേസ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലേന്ന് വൈകിട്ട് തന്നെ ചെയ്ത് വെക്കാം. സോ ദാറ്റ് ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്. ആൻഡ് നമുക്ക് ഇതൊക്കെ ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വീണ്ടും രാവിലെ നമുക്ക് മടി പിടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. എല്ലാം സെറ്റ് ആകുമ്പോൾ നമ്മളിനി നേരെ എണീറ്റ് വന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡയറക്ട്ലി ഗോ. സോ അപ്പോൾ ആ ഒരു ഹാബിറ്റുമായിട്ടുള്ള ഫ്രിക്ഷൻ കുറഞ്ഞു വരും. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. സെക്കൻഡ് തിങ് ഈസ് സ്റ്റാർട്ട് സ്മോൾ. നമ്മൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, നമ്മൾ മോട്ടിവേഷനിൽ ഭയങ്കര 30 minutes ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും മടി പിടിച്ച് നിർത്തുന്നത്. സോ സ്റ്റാർട്ട് സ്മോൾ. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് 5 minute ബോഡി സ്ട്രെച്ച് ഇൻ ദ മോർണിംഗ്. 5 minutes എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബ്രെയിനിൽ ഭയങ്കര ഈസി ഫീൽ അല്ലേ, ലൈക്ക് നമുക്കതൊരു ടാസ്ക് ആയിട്ട് തോന്നില്ല. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ കുറവാണ്. സോ ദർ ആർ മോർ ചാൻസസ് മോർ ദാറ്റ് യു വിൽ ഡു ഇറ്റ്. ആൻഡ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 5 minute ബോഡി സ്ട്രെച്ച് എന്നാണ്. ഗ്രാജുവലി 1 to 2 weeks കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലും കൂടുതലായിരിക്കും. നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട്, നമ്മുടെ ടാർഗറ്റ് വളരെ സ്മോൾ ആയതുകൊണ്ട് നമ്മളത് ഡെയിലി ഈസിലി അച്ചീവ് ചെയ്യും. ഈസിലി അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വരും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഐഡന്റിറ്റി മാറും ബ്രെയിനിലുള്ള. അതായത് നേരത്തെ നമ്മുടെ ഐഡന്റിറ്റി വാസ് ലൈക്ക് എക്സസൈസ് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരാൾ എന്നൊരു ഐഡന്റിറ്റി ആയിരുന്നു. പക്ഷെ നമ്മൾ ഈ 5 minute സ്ട്രെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ് എന്നൊരു ഐഡന്റിറ്റിയിലേക്ക് മാറും. സോ ഓട്ടോമാറ്റിക്കലി നമ്മളത് കീപ്പപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആൻഡ് നമ്മൾ 5 minutes ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ വന്നു 5 minutes ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എക്സ്ട്രാ ഓട്ടോമാറ്റിക്കലി ചെയ്യും. അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. എന്തായാലും വന്നു, പ്ലേസ് ഒക്കെ അറേഞ്ച് ചെയ്തു, എന്നാൽ പിന്നെ കുറച്ച് നേരം കൂടി ചെയ്യാം എന്നൊരു ഫീല് വരും. നമ്മൾ കുറച്ചും കൂടി ഓട്ടോമാറ്റിക്കലി അത് 10-15 minutes ഒക്കെ ആവും. സോ ദാറ്റ്സ് ഇറ്റ്. സ്റ്റാർട്ടഡ് സ്മോൾ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പുഷപ്സ് ഒക്കെ ആണെങ്കിൽ സ്റ്റാർട്ട് ഇറ്റ് ലൈക്ക് 3 push-ups a day. Gradually you can increase, right? So അതാണ് സ്റ്റാർട്ട് സ്മോൾ. ഓക്കെ, തേർഡ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിംഗ് അപ്പ് ആൻ എൻവയോൺമെന്റ് ആണ്. അതായത് ഞാൻ തോതിൽ പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റ് നമ്മുടെ ഹാബിറ്റ് ബിൽഡിങ്ങുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഡി അഡിക്ഷന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി അവർ ഫുൾ ഓക്കെ ആയി തിരിച്ചു പഴയ അവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും ഈ ഹാബിറ്റ്സ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണെന്നാണ് പറയാം. കാരണം ഓട്ടോമാറ്റിക്കലി ഈ ഒരു എൻവയോൺമെന്റ് പഴയ ഹാബിറ്റുമായിട്ട് അവർക്കൊരു കണക്ഷൻ ഫീൽ ഓട്ടോമാറ്റിക്കലി കൊടുക്കും. സോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എൻവയോൺമെന്റ് എന്നാണ് ഓദരയുടെ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം നമുക്ക് ഹെൽത്തിന്റെ കാര്യത്തിലേക്ക് വരാം. അത് നിങ്ങൾ ഇപ്പോൾ എക്സസൈസ് ചെയ്യാൻ പ്ലാൻ ചെയ്യണം, വീട്ടിലാണ് എക്സസൈസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് അല്ലെങ്കിൽ ഒരു റൂം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോർണർ എങ്കിലും അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വെക്കുക. അതായത് ആ പ്ലേസ് കാണുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് എ പ്ലേസ് ടു എക്സസൈസ് എന്നുള്ളൊരു കണക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഒക്കെ എൻവയോൺമെന്റിന്റെ പാർട്ട് തന്നെയാണ്. സോ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ഈ ഗോൾസിനെ അല്ലെങ്കിൽ ഈ ഹാബിറ്റ് ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങൾ ഹെൽത്തി ഹാബിറ്റ് ഡെവലപ്മെന്റ് ആണ്, എക്സസൈസും ഡെയിലി ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഫിറ്റ്നസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടന്റ്സ് വായിക്കാം. ബുക്ക് റീഡിങ് നല്ലതാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ എന്ത് ഹാബിറ്റാണോ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് വായിക്കുന്നത് ഇസ് വെരി യൂസ്ഫുൾ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പേഴ്സണലി. പിന്നെ ഇപ്പം പറഞ്ഞ ഫ്രണ്ട്സ്, ഇപ്പോൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ അവരുമായിട്ട് കൂടുതൽ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ എൻവയോൺമെന്റ് ഫുള്ള് ഈ ഹാബിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഹാബിറ്റിന് എതിരായിട്ടുള്ള രീതിയിലുള്ള എൻവയോൺമെന്റ് കുറച്ച് കട്ട് ചെയ്യാനും നോക്കേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. ആക്ച്വലി ഞാൻ റാൻഡം ആയിട്ടുള്ളൊരു 3 പോയിന്റ്സ് ആണ് ഇന്നെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ബുക്കിനകത്ത് ഇനിയും കുറേ ഇഷ്ടംപോലെ കോൺസെപ്റ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം തന്നെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ളതാണ്. സോ ഇപ്പം ഞാൻ 3 പോയിന്റ്സ് പറഞ്ഞില്ലേ, ഇതിൽ നിന്ന് എല്ലാം പെട്ടെന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ട്രൈ ടു സ്റ്റാർട്ട് ഇറ്റ് ഫ്രം ടുഡേ ഓർ ടുമോറോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക, ഏതാണെന്ന് വെച്ച് ഡിസൈഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ആൻഡ് ബെസ്റ്റ് വിഷസ് for your new habit development from Lifestyle Way.